ഹായ്, ഞാൻ ബിനോജ്. രാജ്യം വളരെയധികം പുരോഗമനത്തിലൂടെ കടന്നു പോകുമ്പോഴും ഇന്ന് എല്ലാവർക്കും ഒരു വലിയ ചോദ്യം എന്നുള്ളത്, വലിയൊരു അന്വേഷണം എന്നുള്ളത്, വലിയൊരു ഉത്തരം കാത്തിരിക്കുന്നത് ഭൂരിഭാഗം പേരും അനേകം പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരേ ഒരു ചോദ്യം വളരെ പ്രസക്തമായി കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും യുവതി യുവാക്കൾ തങ്ങളുടെ വിദ്യാഭ്യാസവും മറ്റെല്ലാ പഠനങ്ങളും കഴിഞ്ഞ് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയാത്ത വിധം ഉത്തരവാദിത്തപ്പെട്ടവർ പോലും ചോദ്യത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഹായ്, ഞാൻ ബിനോജ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ചീഫ് ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസറായി സേവനമനുഷ്ഠിച്ചു വരുന്നു. ഇന്ന് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇതിന് ഒരു പരിഹാരമായി ഏതാനും പ്ലേസ്മെന്റുകളെ കുറിച്ച് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു തൊഴിൽ അന്വേഷണത്തിന് ഒരു ഉത്തരമായിട്ട് എന്ന പോലെയാണ് സാറ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരുപാട് പേരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ജോലിയെ കുറിച്ചിട്ട് നിങ്ങളുടെ ഓരോ പഠനവും കഴിഞ്ഞിട്ടുള്ള നിങ്ങൾ തൊഴിൽ അന്വേഷകരാണോ എങ്കിൽ സാർ പറയുന്ന ഈ തൊഴിലിന് ഉത്തരം നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. 18 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ള വ്യക്തിയാണോ നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് രാജ്യത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സ്റ്റൈഫൻഡ് ഈ ഒരു ജോലിയിലൂടെ ലഭിക്കുമെന്നുള്ളതും കൂടാതെ കമ്മീഷൻ ഉൾപ്പെടെ വലിയൊരു ഇൻകം നിങ്ങളുടെ ഈ അന്വേഷണത്തിന് വലിയൊരു ഉത്തരമായി മാറുകയാണ്. ഈ ഒരു 3 വർഷത്തെ സ്റ്റൈഫൻഡോടുകൂടി പ്ലസ് കമ്മീഷനോട് കൂടിയ ഈ ജോലി എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു ജോലിയാണ്. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ഇന്റർവ്യൂവിന് നിങ്ങൾ നേരിട്ട് ഹാജരാവേണ്ടതുമാണ്. കാരണം ഒരുപാട് ഇതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. രാജ്യത്ത് ഇന്ന് നിലവിലുള്ള പല തൊഴിലിനെ കുറിച്ചും നിങ്ങൾ ബോധവാന്മാരാണ്. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലെ അനേക പേരുമൊത്തുള്ള ആ സംഭാഷണത്തിൽ സാറിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് LICയിലൂടെ ലഭിക്കുന്ന സ്റ്റൈഫൻഡോട് കൂടിയ ആ ഒരു തസ്തികയെ കുറിച്ചിട്ട് ഭൂരിഭാഗം പേരും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുവാനും ഇത് തീർച്ചയായും ഭൂരിഭാഗം പേർക്കും വലിയൊരു അവസരമാകും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത്. ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ജോലിയിൽ ആദ്യപടിയിൽ ഒരു IC38 സിലബസിന്റെ IRDA അനുശാസിക്കുന്ന IC38 എന്നുള്ള സിലബസിലെ എക്സാം ഫോളോ ചെയ്ത് പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ സ്റ്റൈഫൻഡോട് കൂടിയ ജോലി ലഭിക്കുകയും ചെയ്യും. കൂടാതെ 3 വർഷത്തിന് ശേഷം നിലവിൽ നിങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി ആണെങ്കിൽ പോലും ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് 3 വർഷത്തിന് ശേഷം ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് നടത്തപ്പെടുന്ന ഡെവലപ്മെന്റ് ഓഫീസർ തസ്തികയിലേക്ക് മറ്റൊരു എക്സാം നിങ്ങൾ നേരിടേണ്ടതുണ്ട്. അതിൽ 5ഓളം സബ്ജക്റ്റുകൾ മാത്രമാണ് നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അത് വളരെ ലളിതമായ എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ
സിറ്റി കരിയർ ഏജന്റായും റൂറൽ കരിയർ ഏജന്റുമായിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് പ്രവേശിച്ചിട്ടുള്ളതെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് 25% നിങ്ങളുടെ ജോലി സാധ്യതയുടെ റിസർവ്ഡ് സീറ്റ് അവിടെ ബുക്കിംഗ് ചെയ്തിട്ട് കഴിഞ്ഞു. ഐ റിപ്പീറ്റ്, നിങ്ങൾ സിറ്റി കരിയർ ഏജന്റ് ആയിട്ടാണ് നിയമിതനായതെങ്കിൽ, നിങ്ങൾ റൂറൽ കരിയർ ഏജന്റ് ആയിട്ടാണ് പ്രവേശിച്ചതെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ 3 വർഷത്തിന് ശേഷം ലഭിക്കാവുന്ന വലിയൊരു സാധ്യതയാണ് ഡയറക്റ്റ് ഡെവലപ്മെന്റ് ഓഫീസർ എന്നുള്ള പദവിയിലേക്കുള്ള പ്രവേശനം. തീർച്ചയായും നിങ്ങളൊരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയി മാറുന്നതാണ്. നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് നിയർലി 1 lakh ആണ്. ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായി അറിയിക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു അവസരം ഉപയോഗിച്ചത്. 18 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ള യുവതി യുവാക്കൾക്കാണ് ജോലിയുടെ സാധ്യതയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും അടുത്ത ഒരു എപ്പിസോഡിൽ 35 വയസ്സ് തുടങ്ങി 65 വയസ്സ് ഉൾപ്പെടെയുള്ളവർക്കുള്ള മറ്റു വലിയൊരു ജോലി സാധ്യതയെ കുറിച്ചിട്ടാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. വീണ്ടും കാണാം. താങ്ക് യു.